നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കരിമണ്ണൂരിന്റെ ഗ്രാമീണ ഭംഗിയിൽ ആബേലിന്റെ ഒരു പൂന്തോട്ടം ഒരുങ്ങുന്നു. ജീവിത തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രായമായവർക്ക് സംതൃപ്തവും ഊർജ്ജസ്വലവുമായ ജീവിതാനുഭവം പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഹോം പ്രോജക്റ്റാണ് ആബേൽ. കേരള NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കലാകായിക സമിതിയായ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കലാജാഥയിലെ അംഗങ്ങളെ അനുമോദിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ നടത്തിവരുന്ന കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റ് കരിമണ്ണൂരിൽ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ബജറ്റ് യോഗവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗം ആരംഭിച്ചു. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കരിമണ്ണൂരിന്റെ ഗ്രാമീണ ഭംഗിയിൽ ആബേലിന്റെ ഒരു പൂന്തോട്ടം ഒരുങ്ങുന്നു. ജീവിത തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രായമായവർക്ക് സംതൃപ്തവും ഊർജ്ജസ്വലവുമായ ജീവിതാനുഭവം പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഹോം പ്രോജക്റ്റാണ് ആബേൽ. 7.5 ഏക്കറോളം സ്ഥലത്താണ് ആബേലിന്റെ പൂന്തോട്ടം ഒരുക്കുന്നത്. പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ശിലാഫലകം വെഞ്ചരിച്ചു. ഇന്ത്യയിൽ നിന്നും അയർലൻഡിൽ നിന്നുമുള്ള ഒരു കൂട്ടം സംരംഭകരുടെ സ്വപ്ന പദ്ധതിയാണ് ആബേൽസ് ഗാർഡൻ. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂരിന്റെ ഗ്രാമീണ ഭംഗിയിൽ ആബേലിന്റെ ഒരു പൂന്തോട്ടം ഒരുങ്ങുന്നു. ഇന്ത്യയിൽ നിന്നും അയർലൻഡിൽ നിന്നുമുള്ള ഒരു കൂട്ടം സംരംഭകരുടെ സ്വപ്ന പദ്ധതിയാണ് ആബേൽസ് ഗാർഡൻ. കരിമണ്ണൂർ ഫൊറോന പള്ളി വികാരി ഫാദർ സ്റ്റാൻലി പുൽപ്രയിൽ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസമോൾ ഷാജി, വൈസ് പ്രസിഡന്റ് ലിയോ കൊന്നുപള്ളിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ആൻസി സിറിയക്, ബിബിൻ അഗസ്റ്റിൻ, പഞ്ചായത്ത് സെക്രട്ടറി അഗസ്റ്റിൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ശിലാഫലകം വെഞ്ചരിച്ചു. അങ്ങയുടെ നാമത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്ന ഈ ഭവനത്തെ യഥാസമയം പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുന്നവരെ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമെന്നും അങ്ങയുടെ ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല കാര്യം ചെയ്യാനായിട്ട് നല്ല മനുഷ്യർ ഒരുമിച്ച് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഏത് സ്ഥലത്താണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും അതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു, എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. അതേ നമ്മുടെ നാടിനും നമ്മുടെ പ്രദേശത്തിനും അനുഗ്രഹമായി തീരട്ടെ. ഇതുവഴി ഒത്തിരിയേറെ അനുഗ്രഹം അനേകർക്ക് ലഭിക്കട്ടെ. അനേകം കുടുംബങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും ലഭിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഇക്കിഗൈ ജീവിത തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രായമായവർക്ക് സംതൃപ്തവും ഊർജ്ജസ്വലവുമായ ജീവിതാനുഭവം പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഹോം പ്രോജക്റ്റാണിത്. 7.5 ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് സിനിമാ തിയേറ്റർ, നീന്തൽക്കുളം, മത്സ്യക്കുളങ്ങൾ, നടപ്പാതകൾ, ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള സ്വന്തം മിനി ബസ് തുടങ്ങിയ സൗകര്യങ്ങളാൽ സമ്പന്നമാകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ മുഴുവൻ സമയ നഴ്സിംഗ് കെയറും മറ്റനുബന്ധ സേവനങ്ങളും നൽകുന്നതിലൂടെ താമസക്കാരുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും കുറിച്ചുള്ള ആശങ്കകൾ മാറ്റിവെച്ച് ഉല്ലാസകരമായി ജീവിത സായാഹ്നം ചെലവഴിക്കാം ഈ ആബേൽസ് ഗാർഡൻസിൽ എന്ന് സ്ഥാപക ഡയറക്ടർ ജോസ്മോൻ ഫ്രാൻസിസ്, മാനേജിംഗ് ഡയറക്ടർ പീറ്റർ കെ ജോസഫ്, ചെയർമാൻ ഹൈബിൻ തോമസ്, പ്രോജക്ട് ഡയറക്ടർ സോജി തോമസ്, ഫിനാൻസ് ഡയറക്ടർ ജോസി സ്റ്റീഫൻ പുളിമുട്ടിൽ, മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ഇന്നസെന്റ് കുഴിപ്പള്ളിൽ ജോസഫ്, മാർക്കറ്റിംഗ് ഡയറക്ടർ ഡിനിൽ പീറ്റർ എന്നിവർ അറിയിച്ചു. 56 കഴിഞ്ഞ എല്ലാവർക്കും മരണം വരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഈ സ്ഥലത്ത് നമ്മൾ ഒരുക്കുന്നത്. ഏകദേശം 125ഓളം വില്ലകളാണ്. പിന്നെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവും. ഒരു ചികിത്സ ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ആയുർവേദവും അലോപ്പതി സൗകര്യങ്ങളുണ്ടാവും. കാരണം ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. ചിലർക്ക് കൃഷിയായിരിക്കാം, ചിലർക്ക് ഫാമിംഗ് ആയിരിക്കാം. അപ്പോൾ അവരുടെ ആ താല്പര്യം കണ്ടെത്തി അതിലേക്ക് അവർക്ക് എത്തിച്ചേരാനുള്ള എല്ലാ ഫെസിലിറ്റി
ഇതിനകത്ത് ഒരുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ലാഭേച്ഛയില്ലാതെ നമ്മുടെ കാരണവന്മാരെ നല്ല രീതിയിൽ മരണം വരെ സന്തോഷമായിട്ട് ജീവിക്കാവുന്ന രീതിയിൽ ശുശ്രൂഷിക്കുവാനുള്ള ഒരു മനോഭാവമുള്ള ഒരു ഗ്രൂപ്പാണ് ഈ സംരംഭത്തിന് പിന്നിലുള്ളത്. റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ നിന്നും അവരുടെ ജീവിതം മരണം വരെയുള്ള ജീവിതം നല്ല രീതിയിലായി തീരട്ടെ എന്ന് ഈ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മാതൃകയായിട്ട് മലമുകളിൽ ഉയർത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനം പോലെ ഇത് ഉയർന്നു പ്രകാശിക്കട്ടെ. ഇത് കണ്ടുകൊണ്ട് പലരും ഇതേ രീതിയിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനിടയാകട്ടെ. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഇടവകയുടെ നാമത്തിൽ, ഈ പ്രദേശ നാമത്തിൽ ആശംസിക്കുകയാണ്. ഈ പ്രസ്ഥാനം ഇവിടെ വരുമ്പോൾ ഒട്ടേറെ ആൾക്കാർക്ക് തൊഴിൽ മേഖലയും അങ്ങനെ ഇവിടെ മാറ്റിമറിക്കുന്ന ഒരവസ്ഥ വരും. അത് എത്രയും വേഗം പൂർത്തിയാകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കട്ടപ്പനയിൽ യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഇടിച്ചു വീഴ്ത്തിയ ശേഷം യുവാവിന്റെ ശരീരത്തു കൂടി വാഹനം കയറ്റിയിറക്കി. കട്ടപ്പന കാരിയിൽ ക്രിസ്റ്റോ മാത്യുവിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ക്രിസ്റ്റോയുടെ 5 വാരിയെല്ലുകൾ ഒടിഞ്ഞു. കട്ടപ്പനയിൽ യുവാവിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഇടിച്ചു വീഴ്ത്തിയ ശേഷം യുവാവിന്റെ ശരീരത്തുകൂടി വാഹനം കയറ്റിയിറക്കി. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. കട്ടപ്പന കാരിയിൽ ക്രിസ്റ്റോ മാത്യുവിനാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിൽ വെച്ച് ക്രിസ്റ്റോയുമായി ഒരു സംഘം യുവാക്കൾ വാക്കേറ്റം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്നും സെൻട്രൽ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്നും കാറിലെത്തിയ സംഘം ക്രിസ്റ്റോയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. റോഡിൽ വീണ ക്രിസ്റ്റോയുടെ ശരീരത്തോടെ കാർ കയറ്റിയിറക്കി. ക്രിസ്റ്റോയുടെ 5 വാരിയലുകൾ ഒടിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കേരള NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കലാകായിക സമിതിയായ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കലാജാഥയിലെ അംഗങ്ങളെ അനുമോദിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പ്രസഭകുമാർ സ്വാഗതവും കനൽ കലാവേദി കൺവീനർ സജിമോൻ ടി മാത്യു നന്ദിയും പറഞ്ഞു. കേരള NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കലാകായിക സമിതിയായ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 25 മുതൽ 28 വരെ ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തിയ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന കലാജാഥയിൽ അംഗങ്ങളായ ജീവനക്കാരെ അനുമോദിച്ചു. വർത്തമാനകാല ഇന്ത്യ അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രതിസന്ധിയും അതിന് ഉത്തരവാദികളായ കേന്ദ്ര ഭരണാധികാരികളുടെ നയവൈകല്യങ്ങളും രഹസ്യ അജണ്ടകളും തുറന്നു കാണിച്ചും ഭിന്നിപ്പിന്റെയും വിവേചനത്തിന്റെയും വർഗീയതയുടെയും ഹീന രാഷ്ട്രീയത്തിന്റെയും ആപത്ത് വിളിച്ചോതിയും പര്യടനം നടത്തിയ കലാജാഥയ്ക്ക് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നല്ല നിലയിലുള്ള ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞെന്ന് സംഘാടകർ അറിയിച്ചു. അനുമോദന യോഗം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പ്രസംഗിച്ചാൽ എതിരെ പ്രസംഗിക്കാൻ കഴിയുന്നവരുണ്ട്. നമ്മൾ സ്ക്വാഡ് വർക്ക് നടത്തിയാൽ അത്ര അല്ലെങ്കിൽ പോലും സ്ക്വാഡ് വർക്ക് നടത്താൻ കഴിയുന്ന സംഘടനകളുണ്ട്. പക്ഷേ ഇങ്ങനൊരു കലാജാഥ നടത്തിയാൽ ഇതുപോലെ അതിനെ മറുപടി തരാൻ പറ്റിയ ഒരു സംവിധാനം നമ്മുടെ സർവീസ് മേഖലയിൽ വേറെ സംഘടനകൾക്കുണ്ട്. ഒരു ഒറ്റപ്പെട്ട എവിടെയെങ്കിലും കാണും, സംസ്ഥാനത്ത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടാകുമെങ്കിലും ഇതുപോലെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ജില്ലകൾ കേന്ദ്രീകരിച്ചൊക്കെ ഇങ്ങനെ പരിപാടികൾ നടത്താൻ, ഇങ്ങനെ മറുപടി തരാൻ എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരികമായി കലാപരമായി നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളെ അതേ രീതിയിൽ പ്രതിരോധിക്കാനോ തിരിച്ചാക്രമിക്കാനോ കഴിയാത്ത ഒന്നാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നല്ല ഈ കത്തിക്കാളുന്ന വെയിലത്താണ് ജാഥ കടന്നുപോയത്. കാരണന്മാരൊക്കെ പറയുന്നത് ഈ നട്ടപ്ര വെയിലെന്ന് പറയില്ലേ, അതുപോലുള്ള വെയിലത്താണ് ഈ കലാജാഥ കടന്നുപോയത്. അത് വളരെ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനം തന്നെ ആയിരുന്നു. യൂണിയൻ അംഗങ്ങളായ ജില്ലയിലെ ജീവനക്കാരായ നീന ഭാസ്കരൻ, PC സിനി, NS ശശികല, പ്രസന്ന ജേക്കബ്, PR രാജീവ്, S രജിത്, ഗിരീഷ് ഗോപി, കിരൺകുമാർ, ദീപു സെബാസ്റ്റ്യൻ, ജീവൻ ജേക്കബ് എന്നിവരാണ് കലാജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ, സംസ്ഥാന കമ്മിറ്റി അംഗം S സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പ്രസഭകുമാർ സ്വാഗതവും കനൽ കലാവേദി കൺവീനർ സജിമോൻ ടി മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഐക്യത്തിന്റെ പ്രതീകങ്ങളായി കുടുംബങ്ങൾ സമൂഹത്തിൽ മാറണമെന്ന് കോതമംഗലം ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ പിതൃവേദി കോതമംഗലം രൂപത പ്രഥമ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നമനമാകണം പിതൃവേദിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
പിതൃവേദി കോതമംഗലം രൂപത പ്രഥമ സമ്മേളനം നടത്തി. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ നിർവഹിച്ചു. ഐക്യത്തിന്റെ പ്രതീകങ്ങളായി കുടുംബങ്ങൾ സമൂഹത്തിൽ മാറണമെന്നും കുടുംബനാഥന്മാർ മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തിയെടുക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ട ശ്രദ്ധ ചെല്ലുന്നതും പിതാവാണ്. അതുകൊണ്ട് പിതാവ് ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഐക്യം കൊടുക്കുന്ന പിതാവാണ്, വളർത്തുന്ന പിതാവാണ്, സംരക്ഷണം നൽകുന്ന പിതാവാണ്, പരിശീലിപ്പിക്കുന്ന പിതാവാണ്, ഇതിന് മാർഗം പറഞ്ഞു കൊടുക്കുന്ന പിതാവാണ്. ഇനി എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ശക്തി ഒത്തിരി കമ്പ്യൂട്ടറൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. അവിടെ ഇവിടെയാണ് ഒത്തിരി ലൈറ്റുകളും ഫാനുകളും ഉണ്ട്. ശക്തി പോയി കഴിഞ്ഞാൽ ഈ ഫാനുകളും കമ്പ്യൂട്ടറുകളും ഒന്നും വർക്ക് ചെയ്യുകയില്ല. പിതാവില്ലാത്തൊരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവ ജീവൻ ഇല്ലാത്ത കുടുംബമായിരിക്കും അത്. അങ്ങനെ നിങ്ങൾ വാസ്തവത്തിൽ ഓരോരുത്തരും അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ്. കാരണം നിങ്ങളാണ് കുടുംബത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്നവരെ. അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്നതായ ഇത്രയേറെ പിതാക്കന്മാരെ ഒന്നിച്ച് ചേർക്കുക, അവിടെ മീറ്റിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അങ്ങേയറ്റം അഭിനന്ദനമായ കാര്യമാണ്. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സഭയുടെയും സമൂഹത്തിന്റെയും ഉന്നമനമാകണം പിതൃവേദിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൽ നല്ല കുടുംബത്തിന് ജന്മം നൽകുന്നവരായിരിക്കണം കുടുംബനാഥന്മാരായ പിതാക്കന്മാരെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന ശൈലിയിൽ, ജീവിത ശൈലിയിൽ മാറ്റം വന്നില്ലെങ്കിൽ നമ്മുടെ ആ വരും തലമുറ നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ മക്കൾക്ക് നല്ല ഒരു ജീവിത സാഹചര്യം കൊടുത്തില്ല എങ്കിൽ അവരെ പല വഴിയിലൂടെ പോകാൻ സാധ്യത കൂടുതലുണ്ട്. പണ്ട് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ, എനിക്കിവിടെ പ്രായമായെങ്കിൽ തന്നെ നമ്മളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഒത്തിരി എക്സ്പോസ് കുട്ടികളെ, ചെറുപ്പക്കാരെ ലോകം മുഴുവൻ പോകത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ട്. മൊബൈൽ ഫോൺ കൊണ്ട് എവിടെ വേണമെങ്കിൽ പോകാം, ലോകത്തിന് എതിർത്ത് പോകാം. അങ്ങനെയുള്ളൊരു സാഹചര്യമായിരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ കുടുംബത്തിന് ശരിയായ ഒരു അന്തരീക്ഷം നൽകാൻ സാധിക്കും? എന്റെ ഒരു ചിന്ത, പിതൃവേദിയുടെ ലക്ഷ്യം നല്ല കുടുംബങ്ങളെ സൃഷ്ടിക്കുന്നതായിരിക്കും. കുടുംബത്തിന്റെ നട്ടെല്ലായും കുടുംബാംഗങ്ങളെ സ്നേഹത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ല വ്യക്തിത്വങ്ങളായും കുടുംബനാഥന്മാർ മാറണമെന്നും ബിഷപ്പ് ഉദ്ബോധിപ്പിച്ചു. DCL കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ണംചിറ സെമിനാർ നയിച്ചു. രൂപതാ സെക്രട്ടറി ജിജി പുളിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പിതൃവേദി രൂപതാ പ്രസിഡന്റ് ഫാദർ ജോസ് കിഴക്കൽ, പ്രസിഡന്റ് പ്രൊഫസർ ജോസ് എബ്രഹാം, തേബാർ ജോസഫ്, ബ്രദർ ഔസേപ്പച്ചൻ പുതുമന, ജോൺസൺ കറുകപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ 1/4 നൂറ്റാണ്ട് പ്രവർത്തിച്ച ജെയിംസ് കോറമ്പേലിനെ യോഗത്തിൽ വെച്ച് ആദരിച്ചു. ബിജു ജോയി, സജി മാത്യു, സോണി മാത്യു, ഡിഗോൾ കെ ജോർജ്, ജോയി ജോസഫ്, ജോളി മുരിങ്ങമറ്റം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ നടത്തിവരുന്ന കരാട്ടെ കളർ ബെൽറ്റ് ടെസ്റ്റ് കരിമണ്ണൂരിൽ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി 160ഓളം കുട്ടികൾ പങ്കെടുത്തു. ചീഫ് ഇൻസ്ട്രക്ടർമാരായ ഷിഹാൻ ബേബി എബ്രഹാം, ഡിക്സൺ ബേബി എന്നിവർ ക്ലാസ് നയിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കളർ ബെൽറ്റ് ടെസ്റ്റ് കരിമണ്ണൂർ മാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അതുകൊണ്ട് ആരോഗ്യമുള്ള ശരീരത്തിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന നല്ല ഒരു മനസ്സുണ്ടാകാനും എല്ലാവിധ കാര്യങ്ങളും നമുക്കൊരു കരാട്ടെ പ്രാക്ടീസ് കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള മാർഷൽ ആർട്സ് പരിശീലിക്കുന്നതുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും. നല്ലൊരു മനസ്സ്, ശരീരവും ഉള്ള നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാതൃകാപരമായി ചിന്തിച്ചുകൊണ്ടും അല്ലെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടും സമൂഹത്തിന് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി സമൂഹത്തെ നല്ലൊരു കരുത്തുറ്റ സമൂഹത്തെ വാർത്തെടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. Alvin
സിജു, അദാൻ ചാൾസ്, ജ്യോതിരാദിത്യ, മുഹമ്മദ് സിനാൻ, നിഹാൽ സജീവ്, മുഹമ്മദ് ജോസഫ് സിജു, എൽസിക്ക സിജു, ജോർജി സിജു, ആന്റണി ചാർലി, ആഷിഖ് ഇബ്രാഹിം, മുഹമ്മദ് ആദിൽ, ജിയ വാഹിദ്, ലിറ്റിൽ തെരേസ സിജു, ലിറ്റിൽ തെരേസ സിജു, മയൂഖ പ്രദീപ്, അജിസൻ അജിനാസ്, സബീബ് ഷാ, ഫാസില ബിബി. കരാട്ടെ സ്പോർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർമാരായ ബേബി എബ്രഹാം, ഡിക്സൺ ബേബി എന്നിവർ ക്ലാസ് നയിച്ചു. വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി 160ഓളം കുട്ടികൾ പങ്കെടുത്തു. ബ്രാഞ്ച് ഇൻസ്ട്രക്ടർമാരായ യദുരാജ്, ഷിഹാം അനസ്, ദേവിക ബിജു, ജോത്സന, ടിൻഡു സെബാസ്റ്റ്യൻ, സീനത്ത് ടി.എം, കീർത്തന ഷാമോൻ, സിബി കൊട്ടാരം, ബിനീഷ് രാജാക്കാട്, അജിത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. മണക്കാട് കിഴക്കമ്പാകം NSS കാര്യയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ബജറ്റ് യോഗവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. വ്യാപാര പ്രമുഖൻ നീലകണ്ഠ രാജുവിനെ യോഗത്തിൽ ആദരിച്ചു. കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും നായർ മഹാസമ്മേളനത്തിൽ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്ത കരയോഗത്തിലെ കുട്ടികളെയും അനുമോദിച്ചു. മണക്കാട് കിഴക്കുംഭാഗം NSS കാര്യയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ബഡ്ജറ്റ് യോഗവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ ചിട്ടയായ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ഇവിടെ നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ സമുദായത്തിൽ മാത്രമല്ല മറ്റുള്ളവരും നമ്മളെ അഭിനന്ദിച്ച ഒരു വലിയ സമ്മേളനമാണ്. നമ്മുടെ നായർ സമുദായം ഇന്ന് നിരവധി പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു കാലഘട്ടവും കൂടിയാണ്. ഇവിടെ നമ്മുടെ കരയോഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസൻ അധ്യക്ഷനായി. 12,33,500 രൂപ വരവും 12,33,000 രൂപ ചെലവും 500 രൂപ മിച്ചവുമുള്ള 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസാക്കി. ചടങ്ങിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും വ്യാപാരി പ്രമുഖനുമായ നീലകണ്ഠ രാജുവിനെ ഉപഹാരം നൽകി അനുമോദിച്ചു. ബാഗ്, കുട, നോട്ട്ബുക്ക് തുടങ്ങിയ പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. നായർ മഹാസമ്മേളനത്തിൽ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്ത കരയോഗത്തിലെ കുട്ടികളെയും മൊമന്റോ നൽകി അനുമോദിച്ചു. KN സിനു സ്വാഗതവും M അനിൽകുമാർ നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, മണക്കാട്. ഉടുമ്പന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗം ആരംഭിച്ചു. വർണ്ണക്കൂടാരം എന്ന പേരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ധനസഹായത്തോടെ അമേപ്ര ഗവൺമെന്റ് സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന വർണ്ണക്കൂടാരം പ്രീ സ്കൂൾ നവീകരണ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകത്തക്ക വിധത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വലിയ മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചു. നമ്മുടെ നാടിൻ്റെ സർവ്വതോന്മുഖമായ മാറ്റങ്ങളിൽ ശ്രദ്ധേയമായ 2 പാർട്ടുണ്ട്. ഒന്ന് വിദ്യാഭ്യാസം, അതോടൊപ്പം ആരോഗ്യം. ഇപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിലും പ്രാഥമിക ആരോഗ്യ രംഗത്തും നമുക്ക് രാജ്യത്ത് തന്നെ 1ാം സ്ഥാനത്തെത്താൻ കഴിയുന്ന വിധത്തിൽ വളർന്നു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലും സ്കൂളിൽ പോകാൻ സാധിക്കാത്ത ഒരു വിദ്യാർത്ഥി വീട്ടിലുണ്ടാകും എന്ന് കരുതാൻ കഴിയില്ല. 1ാം ക്ലാസ് മുതൽ ഇവിടെ രതീഷ് സൂചിപ്പിച്ചതുപോലെ 12ാം ക്ലാസ് വരെ അനുസ്യൂതമായി പഠിച്ചു മുന്നേറാനുള്ള സാഹചര്യം അത് സാർവത്രികമായി ലഭ്യമാക്കാനുള്ള അവസരം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നമ്മുടെ കുട്ടികൾ മിടുക്കരായി സമർത്ഥരായി പഠിച്ചു വരാൻ കഴിയുന്ന അവസരം രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ ജനപ്രതിനിധികൾ കാണിക്കുന്ന താല്പര്യത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് അധ്യക്ഷത വഹിച്ചു. വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും, ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും PTA അധ്യാപകരുടെയും ഒക്കെ വളരെ നിസ്തുലമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ അനുവദിക്കപ്പെട്ട മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും ആദ്യം ഇതിൻ്റെ പണി പൂർത്തീകരിക്കാനും ഉദ്ഘാടനം ചെയ്യാനും കഴിഞ്ഞു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രീ പ്രൈമറി അത്യാധുനികവൽക്കരിച്ച് ഇത്തരം മഹത്തായ സൗകര്യങ്ങളെ ഒരുക്കി കൊടുക്കണം എന്ന നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് സമയബന്ധിതമായി സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ നമുക്ക് ഇത് പൂർത്തീകരിച്ച് പുതിയ അധ്യയന വർഷത്തിൽ ഇവിടേക്ക് കടന്നു വരുന്ന കുട്ടികളെ മികച്ച സൗകര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പര്യാപ്തമാക്കാൻ കഴിഞ്ഞത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഷ സലീം, വാർഡ് മെമ്പർമാരായ രമ്യ P. നായർ, PS. ജമാൽ, ശ്രീമോൾ ഷിജു, ഇടുക്കി ജില്ലാ SSK പ്രോജക്ട് കോർഡിനേറ്റർ ബിന്ദുമോൾ D, തൊടുപുഴ AEO ഷീബ മുഹമ്മദ്, കരിമണ്ണൂർ BRC EPC മനോജ് TP, മുൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് തങ്കപ്പൻ, ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ KS രാജൻ, സ്കൂൾ PTA പ്രസിഡന്റ് ES റഷീദ് എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി സെബാസ്റ്റ്യൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടോമി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് പ്രീ സ്കൂൾ കാലഘട്ടം. ഈ ഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും അവരുടെ പ്രകൃതത്തിനും താല്പര്യത്തിനും അനുസൃതമായ വിദ്യാലയ അനുഭവം നൽകേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ വിവിധ വികാസ മേഖലകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവ ക്രമാനുഗതമായി വളർത്തിയെടുക്കുന്നതിന് ശാസ്ത്രീയമായി തയ്യാറാക്കിയ പഠന പ്രവർത്തന ഇടങ്ങളാണ് വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അമയപ്രയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുരുന്നുകൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ സ്കൂൾ പഠനം ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതി മികവുറ്റ പ്രൈമറി വിദ്യാഭ്യാസം നാടിന് പ്രദാനം ചെയ്യുന്ന ഈ സ്കൂളിന് മുതൽക്കൂട്ടാകും എന്ന് നിസ്സംശയം പറയാം. ഏഞ്ചൽ സജി, ഹയ റിയാസ്, നൂറ സുലേഖ, ഫാത്തിമ നസ്രീൻ,
സ്വബീഹ ഫാത്തിമ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ഡിൻസിക്കായി നാടൊരുമിക്കുന്നു. വാഴക്കുളം മഞ്ഞളൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന ഡിൻസി മനോജ് നാളുകളായി മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോംസ് എന്ന രോഗത്തോട് പൊരുതുകയാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി 40 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഭർത്താവ് മരിച്ച ഡിൻസിക്ക് ആകെയുള്ളത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ മാത്രമാണ്. ഡിൻസിയെ സഹായിക്കുന്നതിനായി വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു റോഡ് അപകടത്തിൽ ഭർത്താവ് മരണപ്പെട്ട് ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയ വാഴക്കുളം മഞ്ഞളൂർ പഞ്ചായത്തിൽ 1ാം വാർഡിൽ താമസിക്കുന്ന ഡിൻസി മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോംസ് എന്ന രോഗം ബാധിച്ച് വിധിയോട് മല്ലിടുകയാണ്. വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഡിൻസിക്ക് CMC സിസ്റ്റേഴ്സ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് വാഴക്കുളം PO ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകനോടൊപ്പം താമസിക്കുന്നത്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് വാഴക്കുളത്താണ്. ഞാനും എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ സഹായത്തിന് വേറെ ആരുമില്ല. ഞങ്ങളുടെ നാട്ടുകാരുടെ സഹായത്താലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു പോകുന്നത്. എനിക്കും എൻ്റെ മോനും ആരുമില്ല, വേറെ ആരുമില്ല ഞങ്ങളെ സഹായിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഇതിനായി 40 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഇത്രയും വലിയ തുക കണ്ടെത്താൻ ഡിൻസിക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് മർച്ചന്റ്സ് അസോസിയേഷൻ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഡിൻസി മനോജിൻ്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് വാഴക്കുളം മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഒരു കൂട്ടായ്മയിൽ വാഴക്കുളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ്. 40 ലക്ഷം രൂപയോളം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചിലവാകും എന്നുള്ളതാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും നമുക്ക് ഡോക്ടർ നൽകിയിട്ടുള്ള വിവരം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം തങ്ങളാൽ കഴിയുന്ന സഹായം ഈ ഡിൻസി മനോജിന് നൽകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഭർത്താവ് മരണപ്പെട്ട് ഒരാൺകുട്ടി മാത്രമാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി മാത്രമാണ് ഡിൻസിക്കുള്ളത്. ഡിൻസി മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ ആശുപത്രി ചെലവ് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വദേശത്തും വിദേശത്തും ഉള്ള എല്ലാ അഭ്യുതകാംക്ഷികളുടെയും എല്ലാ നല്ലവരായ ആളുകളുടെയും സഹകരണം ഈ കാര്യത്തിൽ ഈ വാഴക്കുളത്തെ കൂട്ടായ്മ ഞങ്ങൾ ഒരുമിച്ച് ഒരു നാട് ഡിൻസിക്ക് വേണ്ടിയിട്ട് ഒരുമിക്കുകയാണ്. എല്ലാവിധ സഹകരണവും എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 20 അംഗ കമ്മിറ്റി രൂപീകരിച്ച് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വാഴക്കുളം സെന്റ് ജോർജ് ഫൊറാന പള്ളി വികാരി ഫാദർ ജോസ് കുഴികണിയിൽ, കാർമൽ മൊണാസ്ട്രി പ്രിയോർ ഫാദർ തോമസ് മഞ്ഞക്കുന്നൽ എന്നിവർ രക്ഷാധികാരികളായും വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ ചെയർമാനായും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ജനറൽ കൺവീനറായും സാജു ടി ജോസ് ട്രഷററായും അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ, പഞ്ചായത്ത് അംഗം സുധാകരൻ BS എന്നിവർ കൺവീനർമാരുമായി 20 അംഗ കമ്മിറ്റി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 40 ലക്ഷം രൂപ കണ്ടെത്തുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ്. പണം സ്വരൂപിക്കുന്നതിനായി വാഴക്കുളം ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഡിൻസി മനോജിൻ്റെയും ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പ്രതി അർജുന്റെ പിതൃ സഹോദരന് മർദ്ദനമേറ്റു. മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്ത പെൺകുട്ടിയുടെ ചെറിയച്ഛനാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. എന്നാൽ തിരിച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് പെൺകുട്ടിയുടെ ചെറിയച്ഛൻ ശങ്കർ പറഞ്ഞു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച് ഇരു കുടുംബങ്ങൾ തമ്മിലും നിരന്തരമായി പ്രശ്നങ്ങൾ നടന്നുവരികയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ പിതാവിന്റെ ജ്യേഷ്ഠനും കുടുംബവും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. തങ്ങളുടെ വീടും കിടപ്പാടവും എല്ലാം ചുരക്കുളം എസ്റ്റേറ്റിലാണെന്നും 6 മാസമായി ജോലി പോലും ഇല്ലാതെ ബന്ധുക്കളുടെ വീട്ടിൽ കഴിയുകയാണെന്നും കാണിച്ചായിരുന്നു പരാതി നൽകിയത്. ഇതേ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിർദ്ദേശം പീരുമേട് DYSPക്ക് നൽകി. ഇതിനിടയിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ ഒരു മരണം സംഭവിക്കുകയും ഈ മരണത്തിനെത്തിയ അർജുന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ കൂടിയായ ഷൺമുഖത്തെ പെൺകുട്ടിയുടെ ചെറിയച്ഛൻ വഴിക്ക് വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. കേസ് കൊടുത്ത് എന്റെ വീട്ടിൽ പോയി 2 മാസം വീട് തുറന്ന് കിടന്ന് വീട്ടിൽ സാധനം പോയി തുറന്നാ പറഞ്ഞു. എന്നെ പറ്റി എന്നടാ പറയുന്നത്, അങ്ങനെ അടിക്കാതെ ചക്കര അടിക്കാതെ അടിക്കാതെ ഇങ്ങനെ പറഞ്ഞു. ഈ എൻ്റെ പേര് കേസ് കൊടുത്ത് പറഞ്ഞു പുറയിലെ അടി തലയൊക്കെ ഓർത്തെനിക്കിരിക്കുന്നു. സത്യം കള്ളം പറയത്തേ ഇപ്പോഴും പറയുക, കള്ളം പറയത്തേ തെറ്റ് ചെയ്തില്ലെങ്കിൽ പറയത്തുള്ളൂ.
അടി പുറത്തൊക്കെ ആവട്ടെ ആഗ്രഹം തീർന്നു പോലെ അടിച്ച് അടി മേടിച്ചിട്ട് മരണ വേണ്ടി പോയി. എന്നിട്ട് ചോദിക്കാൻ അവിടെ ആൾക്കാരത്തിന് പറഞ്ഞ് ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ടാണ് സൗദി പോയി തെറ്റ് ചെയ്ത് കേസായിട്ട് പോയി അവർക്ക് അത് നടക്കട്ടെ ഞങ്ങൾ പറയേണ്ട തോന്നി 6 മാസമായി എവിടെ പോയി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണേ ആരെങ്കിലും ഒരാളും ഞങ്ങളുടെ ഭാഗത്ത് എടുക്കുന്നുണ്ടോ? ന്യായം പറഞ്ഞില്ലല്ലോ. വരുന്നവരെല്ലാം അവരെ പോയി അവരൊക്കെ എടുത്തെടുത്തിരിക്കാതിരിക്കും. ഷൺമുഖം വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലുമാണ്. എന്നാൽ ഇതേസമയം മനുഷ്യാവകാശ കമ്മീഷന് കള്ളക്കേസ് കൊടുത്തത് ചോദ്യം ചെയ്തതിൽ 2 പേരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും പിന്നീട് അത് മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നുവെന്നും പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരനായ ശങ്കർ പറഞ്ഞു. ഞാൻ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മരണം നടന്നായിരുന്നു. അതിന് പ്രശ്നം അവിടെ കെട്ടിയിരിക്കുന്നവർക്ക് പ്രശ്നം എടുക്കാൻ പോയിരുന്നു. അപ്പോൾ സമൂഹം നമ്മുടെ ഓപ്പോസിറ്റ് വരികയായിരുന്നു. ഞങ്ങൾക്കെതിരായിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരുടെ വീട്ടിൽ 25 പവന് സ്വർണം മോഷ്ടിച്ചതായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ചോദിക്കുകയും ചെയ്തു. ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി. അവനെന്നെ കൊങ്ങിക്കയറി പിടിക്കുകയും ഞാൻ അങ്ങോട്ടും ഉന്തും തല്ലും ഉണ്ടായി. പിന്നെ എനിക്ക് പെടലിക്കിട്ടടിക്കുകയും വയറ്റി ചവിട്ടുകയും ചെയ്തു. നല്ല വേദനയുണ്ട്. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സംരക്ഷണത്തോടെ ചുരക്കളം എസ്റ്റേറ്റിലേക്ക് ഷൺമുഖവും കുടുംബവും മാറാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇരു കുടുംബങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തൊടുപുഴ ലൈബ്രറി കൗൺസിൽ മുനിസിപ്പൽ നേതൃസമിതിയും നഗരസഭ 29-ാം വാർഡ് വികസന സമിതിയും നടുക്കണ്ടം KS കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാലയും ചേർന്ന് ദിശ കരിയർ ഗൈഡൻസ് ക്ലാസും 10+2 പരീക്ഷാ വിജയികൾക്ക് അനുമോദനവും നടത്തി. നടുക്കണ്ടത്ത് സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ മെർലി രാജു അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ലൈബ്രറി കൗൺസിൽ മുനിസിപ്പൽ നേതൃസമിതിയുടെയും നഗരസഭ 29-ാം വാർഡ് വികസന സമിതിയുടെയും നടുക്കണ്ടം KS കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദിശ കരിയർ ഗൈഡൻസ് ക്ലാസും SSLC+2 വിജയികൾക്ക് അനുമോദനവും നടത്തി. നടുക്കണ്ടം KS കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാലയിൽ നടന്ന യോഗം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മെർലി രാജു അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ KR സോമരാജൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും നൽകി. KS കൃഷ്ണപിള്ള സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി AN ചന്ദ്രബാബു, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം SG ഗോപിനാഥൻ, മണക്കാട് ദേശസേവനി വായനശാല സെക്രട്ടറി PG മോഹനൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല ഭരണസമിതി അംഗം അരുൺ V ഗോപാൽ സ്വാഗതവും ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി കൃഷ്ണ നന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി തടിയമ്പാട് ടൗണിൽ ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. ബസ് സ്റ്റാൻഡിന് സ്ഥലം കണ്ടെത്തുകയും സ്ഥലം വാങ്ങുവാൻ വ്യാപാരികൾ ഉൾപ്പെടെ പണം നൽകിയിട്ടും തുടർ നടപടികൾ ആയിട്ടില്ല. ഇക്കാരണത്താൽ വ്യാപാരികളും പൊതുജനങ്ങളും ഏറെ ദുരിതത്തിലാണ്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന തടിയമ്പാട് ടൗണിലാണ് ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം ഇനിയും അവശേഷിക്കുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടൗണിൽ ഏറെ തിരക്കുള്ളതുമാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ പൊതുജനങ്ങൾക്ക് ബസ് കാത്തിരിക്കുന്നതിനോ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല. ഇത് മനസ്സിലാക്കിയാണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യം അംഗീകരിച്ചത്. ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുകയും സ്ഥലം വാങ്ങുന്നതിന് വ്യാപാരികൾ ഉൾപ്പെടെ പണം സ്വരൂപിച്ച് നൽകുകയും ചെയ്തു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ എങ്ങും എത്തിയില്ല. തടിയമ്പാട് മർച്ചന്റ് അസോസിയേഷൻ വളരെ ആഗ്രഹിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് വരിക എന്നുള്ളത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മർച്ചന്റ് അസോസിയേഷൻ തടിയമ്പാട് യൂണിറ്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മുടെ വ്യാപാരികളിൽ നിന്നും അഭ്യുദായകാംക്ഷികളിൽ നിന്നും നല്ലൊരു തുക പിരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സർവേ നടപടികൾ ആരംഭിക്കുന്നതിനായിട്ട് അതിൻ്റെ കാട് വെട്ടിത്തെളിക്കണമെന്ന് പഞ്ചായത്തിൻ്റെ ഒരു അഭ്യർത്ഥന വന്നത് പ്രമാണിച്ച് തടിയമ്പാട് വ്യാപാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് അവിടെ ഉണ്ടായിരുന്ന കാട് വെട്ടിത്തെളിക്കുകയും അത് ക്ലിയറായിട്ട് കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കാത്ത എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. എന്നാണെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഇവിടുത്തെയും ഈ ടൗണിലെ വ്യാപാരികളുടെയും മറ്റ് പൊതുജനങ്ങളുടെയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളുടെ എല്ലാവരുടെയും ഒരു സൗകര്യത്തിലേക്കായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ ആരംഭിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാറുള്ളത്. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജില്ലാ ആസ്ഥാനത്തെ വാണിജ്യ കേന്ദ്രം കൂടിയായ തടിയമ്പാട് ടൗൺ വീർപ്പുമുട്ടുകയാണ്. ടൗണിൽ പൊതു ശൗചാലയം ഇല്ലാത്തതും കാലവർഷമായതിനാലും പൊതുജനങ്ങൾ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തിൽ പ്രതിഷേധിച്ച്
പെരിയാർ വൈഗൈ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ലോവർ ക്യാമ്പിൽ നിന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നിക്വിക്കിന്റെ സ്മാരകത്തിന് സമീപത്ത് വെച്ച് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർത്ത് 1 കോടി ജനങ്ങളുടെ കുടിനീർ മുടക്കുവാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും പെരിയാർ വൈഗൈ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷൻ കോർഡിനേറ്റർ CH അൻവർ ബാലസിംഗം ആരോപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തിൽ പ്രതിഷേധിച്ച് പെരിയാർ വൈഗൈ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ലോവർ ക്യാമ്പിൽ നിന്നും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിനു സമീപം പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തേനി, ദിണ്ടിഗൽ, രാമനാഥപുരം, ശിവഗംഗ, മധുര ഉൾപ്പെടെ തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കർഷക പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് പെരിയാർ വൈഗൈ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ലോവർ ക്യാമ്പിൽ നിന്നും കുമളിയിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. തേനി, ദിണ്ടിഗൽ, രാമനാഥപുരം, ശിവഗംഗ, മധുര ഉൾപ്പെടെ 5 ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളത്തിന്റെയും കൃഷിയുടെയും ഉറവിടമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ ഉയരം 152 അടിയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം 142 അടി വരെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കാവുന്ന ജലത്തിന്റെ അളവ്. മുല്ലപ്പെരിയാർ ഡാം പ്രദേശത്തെ ബേബി ഡാം ബലപ്പെടുത്തി ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് സുപ്രീം കോടതി 2014 ഉത്തരവിട്ടിരുന്നു. എന്നാൽ ബേബി ഡാം ബലപ്പെടുത്തുന്ന ജോലികൾ കേരള സർക്കാർ നിരന്തരം തടയുകയാണെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർത്തിയായിട്ട് 128 വർഷം ആയതിനാൽ അണക്കെട്ട് ദുർബലമാണെന്നും നിലവിലെ ഡാം പൊളിക്കണമെന്ന ആവശ്യവുമായാണ് കേരള സർക്കാർ നീങ്ങുന്നതെന്നും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ ശ്രമം കേന്ദ്ര സർക്കാർ അംഗീകരിക്കരുതെന്നും കേരള സർക്കാരിന്റെ പരിഗണന തള്ളണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നിക്വിക്കിന്റെ സ്മാരകത്തിനു മുമ്പിൽ പ്രതിഷേധ മാർച്ച് തമിഴ്നാട് പോലീസ് തടഞ്ഞു. ഹോൾഡ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർത്ത് 1 കോടി ജനങ്ങളുടെ കുടിനീർ മുട്ടിക്കുവാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും പെരിയാർ വൈഗൈ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷൻ കോർഡിനേറ്റർ CH അൻവർ ബാലസിംഗം പ്രതിഷേധ മാർച്ചിൽ ആരോപിച്ചു. ராமநாதபுரம் உள்ளிட்ட 5 மாவட்டங்களில் வாழக்கூடிய 10 லட்சம் விவசாயிகள் குடிநீருக்காக காத்திருக்கக்கூடிய 1 கோடி மக்களுடைய வாழ்வாதாரத்தை முற்றிலுமாக அழித்துவிட கேரள அரசாங்கம் முடிவு செய்து இப்ப வேலை பார்த்துட்டு இருக்கு. கேரள அரசாங்கத்துக்கு ஒத்துழைப்பது யாருன்னு கேட்டா நம்முடைய மத்திய சுற்றுச்சூழல் அமைச்சகம். இந்த முல்லைப்பெரியார் அணையை எப்படியாவது உடைத்து விட வேண்டும். இதை உடைத்துட்டு இந்த 1 கோடி மக்களுடைய குடிநீர் ஆதாரத்தை முற்றாக அழித்து விட்டு இடுக்கி அணைக்கு தண்ணியை கொண்டு போய் மின்சாரம் எடுக்க வேண்டும் என்பதற்காக மட்டுமே இந்த வேலையை கேரளா செய்கிறது. இடுக்கி அணையில 70 TMC தண்ணி, முல்லைப்பெரியார் அணையில 142 அடி கிடக்கும் போது மொத்த தண்ணீருடைய அளவு எவ்வளவு தெரியுமா? 7.66 TMC தண்ணி. இந்த முல்லைப்பெரியாரை விட 7 மடங்கு தண்ணீரை பெருக்கக்கூடிய இடிக்கணையில் கொண்டு தண்ணியை தேக்கி 1 ஏக்கர் கூட பாசனம் இல்லாத நிலையில என்ன பண்றாங்க? அந்த தண்ணி இடிக்கு கொண்டு போறதுக்கு கேரள அரசாங்கம் வேலை பார்த்துட்டு இருக்கு. நாங்கள் இதை அனுமதிக்க மாட்டோம். இதை அனுமதிக்கவே மாட்டோம். 2011 போராட்டத்தை மறுபடியும் இந்த தமிழகம் நடத்துவதற்கு கேரளா விரும்புகிறதான்னு எங்களுக்கு தெரியல. அரசாங்கம் தான், கேரள அரசாங்கம் தான் எங்களுக்கு எதிராக இருக்குது. முல்லைப்பெரியார் அணையை உடைச்சிட்டா விட்டுருவோமா? அதை விடக்கூடிய யாரும் இங்க இல்ல. இந்த 5 மாவட்டத்தில் 1 கோடி பேரும் அந்த முல்லைப்பெரியார் அணையை உயிராக நேசிக்கக்கூடியவர்கள். அணை மீது கை வைத்தால் 1957 மொழிவழி பிரிவினையின் போது கேரளாவுக்கு தூக்கி கொடுக்கப்பட்ட தேவிகுளம், பீர்மேடு, உடுமஞ்சோலை உள்ளிட்ட 7 தாலுகாக்களை தமிழகத்தோடு சேர்க்க சொல்லி இயக்கம் நடத்துவோம். தமிழகம் முழுவதும் போராட்டம் வீரியமடையும். முல்லைப்பெரியார் அணை மீது கை வைத்தால் தமிழகம் முழுவதும் போராட்டம் வீரியமடையும். இது தேனியில மட்டுமில்ல, இன்னைக்கு குமளியில தொடங்கி இருக்கோம். இந்த போராட்டம் திருவள்ளூர் வரைக்கும் நடக்கும். அதுல எந்த மாற்று கருத்தும் இல்ல. அதில் அசைஞ்சு பின்வாங்கிறதுக்கு எந்த வேலையும் இல்ல. பெரியார் அணை மீது கை வைத்தால் ஒட்டுமொத்தமாக கேரளாவுக்கான பொருளாதார தடையை அரசாங்கம் விதிக்கிறது இல்லையோ, நாங்கள் விதிப்போம். இந்த தமிழகத்தில் இருக்கக்கூடிய கிட்டத்தட்ட 2 கோடி விவசாயிகளை திரட்டி அந்த பொருளாதார தடையை நாங்கள் விதிப்போம். இதுக்காகத்தான் இந்த போராட்டம். முல்லைப்பெரியார் அணை மீது கேரளா இல்ல,
ஆந்திரா கர்நாடகா மத்திய அரசு யாரும் கை வைக்க முடியாது. அதுதான் எங்களுடைய நிலைப்பாடு. ஓகே. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ട് കേരള സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുകയാണ്. നാളെ കേന്ദ്ര വിദഗ്ധ സംഘം വിലയിരുത്തി പരിശോധിക്കുവാൻ ഇരിക്കെയാണ് കേരള തമിഴ്നാട് അതിർത്തിയായ ലോവർ ക്യാമ്പിൽ പെരിയാർ വൈഗൈ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. BBC ന്യൂസ്, കുമളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിമണ്ണൂരിന്റെ ഗ്രാമീണ ഭംഗിയിൽ ആബേലിന്റെ ഒരു പൂന്തോട്ടം ഒരുങ്ങുന്നു. ജീവിത തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രായമായവർക്ക് സംതൃപ്തവും ഊർജ്ജസ്വലവുമായ ജീവിതാനുഭവം പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഹോം പ്രോജക്റ്റാണ് ആബേൽ. കേരള NGO യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കലാകായിക സമിതിയായ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കലാജാഥയിലെ അംഗങ്ങളെ അനുമോദിച്ചു. കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ കീഴിൽ നടത്തിവരുന്ന കരാട്ടെ കളർ ബെൽ ടെസ്റ്റ് കരിമണ്ണൂരിൽ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ സബ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ബജറ്റ് യോഗവും നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗം ആരംഭിച്ചു. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.